മുമ്പ് മാധ്യമങ്ങളെ കണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം 15 പാർട്ടി പ്രവർത്തകർ തകർച്ച ജീസുദാറിനുള്ള പാർട്ടി വിടില്ല എന്നാണ് പറയുന്നത്. അതിനോട് എങ്ങനെയാണ്? ഞാനതിനോട് യോജിക്കുന്നില്ല. അദ്ദേഹം നല്ല ഉത്തമരായ കമ്മ്യൂണിസ്റ്റുകാർ അദ്ദേഹത്തോടൊപ്പം ഉണ്ടാവും. അദ്ദേഹം എടുത്ത തീരുമാനത്തിൻ്റെ കൂടെ ഉണ്ടാവും, ഒരു സംശയവും വേണ്ട. പിന്നെ മാത്രമല്ല, ശ്രീ പിണറായി വിജയനും VS അച്യുതാനന്ദനൊക്കെ പ്രതാപികളായി നിൽക്കുന്ന കാലത്ത് ജില്ലാ പാർട്ടിയുടെ യഥാർത്ഥ നേതാവ് ശ്രീ G. സുധാകരനായിരുന്നു. അദ്ദേഹത്തിന് പാർട്ടിയിൽ അത്രയും സ്വാധീനമുള്ള ഒരാളാണ്. അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ധാരാളം ആളുകൾ പാർട്ടിയിൽ, ഞങ്ങളുടെ മറ്റു പാർട്ടിയിൽ നിൽക്കുന്ന ഞങ്ങൾക്ക് പോലും ആദരവുണ്ടാക്കിയ ഒരാളാണ് അദ്ദേഹം. ഞാനിത് ഇപ്പോഴല്ല പറയുന്നത്, ഞാൻ മന്ത്രിയായിരിക്കുമ്പോൾ ഞാൻ നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം മന്ത്രിയായിരിക്കുമ്പോൾ ഞാൻ അച്യുതാനന്ദൻ മന്ത്രിസഭയിലെ 8ഓളം മന്ത്രിമാർക്കെതിരായിട്ട് അഴിമതി ആരോപണം ഉന്നയിച്ച ആളാണ്. അന്ന് ഞാൻ ഇദ്ദേഹത്തെക്കുറിച്ച് നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട്, ഇദ്ദേഹം നീതിമാനായ ഒരു മന്ത്രിയാണെന്ന്. അത്രയും ആദരവ് ഞങ്ങളിലുണ്ടാക്കിയ ഒരാളാണ്, സ്വന്തം പാർട്ടിക്കാരിലുണ്ടാക്കില്ല അദ്ദേഹം. സ്വാഭാവികമായിട്ടും എനിക്ക് അദ്ദേഹത്തെ വ്യക്തിപരമായി വളരെ ആദരവാണ്. അദ്ദേഹം മന്ത്രിയായിരിക്കുമ്പോഴും MLA ആയിരിക്കുമ്പോഴും ഒക്കെ ഞാൻ വളരെ നമുക്ക് ഉണ്ടാവുമല്ലോ, ഇപ്പോൾ അപ്പുറത്തെ പാർട്ടിയിൽ നമുക്ക് ഇഷ്ടമുള്ളവരുണ്ടാവില്ലേ, അങ്ങനെ ഇഷ്ടമുണ്ടായിരുന്ന ഒരാളാണ്. ഞാനിതിപ്പോൾ അദ്ദേഹം പാർട്ടി വിട്ടതുകൊണ്ടല്ല പറയുന്നത്. അദ്ദേഹം മന്ത്രിയായി ഇവിടെ ഒരു പാല ഉദ്ഘാടനത്തിന് ഇവിടെ വന്നപ്പോഴും ഞാൻ എൻ്റെ സ്റ്റേജിൽ നിന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. അങ്ങനെ അധികം മന്ത്രിമാരെ പറ്റിയൊന്നും നമുക്ക് പറയാൻ പറ്റിയിട്ടില്ലല്ലോ. പറഞ്ഞിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിനൊരു പ്രത്യേകതയും സവിശേഷതയൊക്കെ ഉണ്ട്. അഴിമതി തൊട്ടുതീണ്ടാത്ത ഒരാളാണ്, നല്ല പൊതുപ്രവർത്തകനാണ്, നല്ല അഡ്മിനിസ്ട്രേറ്ററായിരുന്നു, ഒരുപാട് പ്രത്യേകതകളുള്ള ഒരാളാണ്. നമ്മൾ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ നിൽക്കുമ്പോഴും നമ്മളിത് പറഞ്ഞിരുന്ന ഒരാളാണ്. അല്ല, ഞാൻ അതിനെക്കുറിച്ച് ഞങ്ങളൊരു അസസ്മെൻറ്റ് നടത്താതെ ഇപ്പം അദ്ദേഹത്തിന് വിജയസാധ്യതയുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥി അവിടെ വന്നാലോ? അങ്ങനെയൊന്നും പറയാൻ പാടില്ലല്ലോ. ഞങ്ങളതിൻ്റെ അകത്ത് പൊളിറ്റിക്കലായിട്ടുള്ള തീരുമാനം പറയട്ടെ. ഞങ്ങൾ അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളും ഇപ്പോഴത്തെ പൊളിറ്റിക്കലായിട്ടുള്ള സിറ്റുവേഷനും ഞങ്ങൾ അസസ് ചെയ്തിട്ട് UDF ഒരു തീരുമാനം പറയും. ഇപ്പോഴേ ഞാൻ കയറി അഡ്വാൻസ് ആയിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ ആരെ പറയാൻ പാടില്ലല്ലോ. അല്ല, അത് വരട്ടെ, തീരുമാനം വന്നില്ലല്ലോ. ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യനാണ്, സാങ്കല്പിക ചോദ്യമാണ്. തീരുമാനം വരട്ടെ. അങ്ങനെ തീരുമാനം വന്നു കഴിയുമ്പോൾ ഈ ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. ഇപ്പോഴല്ല, പണ്ടുപോലെ ഞാൻ പറയാറുണ്ട്. പണ്ട് പോലെ പറയാറുണ്ട്. കാരണം എന്താ വെച്ചാൽ അവരൊരു ഐഡിയോളജിയിൽ വിശ്വസിച്ച് നല്ലത് വരും എന്ന് വിചാരിച്ച് നടക്കുന്നവരാണ്. എനിക്ക് പൊതുപ്രവർത്തകരെ പൊതുവെ ബഹുമാനമാണ്. മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട ആളുകളെയൊക്കെ നല്ല ബഹുമാനത്തോടു കൂടി നോക്കിക്കാണുന്ന ഒരാളാണ് ഞാൻ. നല്ല പൊതുപ്രവർത്തകരല്ല അവർക്കൊരു ഐഡിയ. ഇപ്പം ഞാൻ കോൺഗ്രസ്സുകാരനായി, അതുകൊണ്ട് രാജ്യത്തെ എല്ലാവരും കോൺഗ്രസ്സുകാരനാണോ എന്ന് എനിക്ക് പറയാൻ പറ്റുമോ? അവരാ ഐഡിയോളജിയിൽ വിശ്വസിച്ചായി നല്ലത് വരണം, നല്ലത് വരും എന്നുള്ള വിശ്വാസത്തിൽ ഇടതുപക്ഷ സഹയാത്രികർ ഞാൻ വളരെ ബഹുമാനത്തോടു കൂടി നോക്കിക്കാണുന്ന ആളുകളാണ്. കാരണം അവർ ഇടതുപക്ഷമാണ് നല്ലത്. ഇടതുപക്ഷം വന്നാൽ നല്ല കാര്യം ഉണ്ടാവും, അടിസ്ഥാന വർഗത്തിൻ്റെ കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യും. ഇതൊരു പെർസെപ്ഷനാണ് പണ്ടുപോലെ. പക്ഷെ അവരെല്ലാം തകർന്നുപോയി മാനസികമായി ഈ 10 വർഷത്തെ ഭരണം കണ്ടു കഴിഞ്ഞപ്പോൾ. മനസ്സിലായില്ലേ? അപ്പോൾ അവർക്ക് തോന്നി അതിനേക്കാൾ ബെറ്റർ ഞങ്ങളാണെന്ന് തോന്നി. അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള പ്രോഗ്രസീവ് ആയിട്ടുള്ള സ്റ്റാൻഡ് ഞങ്ങൾക്കാണ്. ഞാനതുകൊണ്ടാണ് ഞങ്ങൾ നെഹ്റുവിയൻ ലെഫ്റ്റാണെന്ന് പറഞ്ഞത്. ഞങ്ങളാണ് അടിസ്ഥാന വർഗത്തിൻ്റെ കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്യുന്ന ആളുകളാണ്. ഞങ്ങൾക്കാണ് നിലപാടുകളുള്ളത്, ഞങ്ങൾക്കാണ് സെക്കുലർ നിലപാടുകളുള്ളത്. വർഗീയ വിഷം ചീറ്റുന്ന ആളുകളുമായി കോംപ്രമൈസ് ചെയ്യാത്തവരാണ് ഞങ്ങൾ. മനസ്സിലായില്ലേ? അപ്പം അതുണ്ട്. അപ്പോൾ അതിനൊരു ആദരവ് അവരുടെ ഭാഗത്തു നിന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് വലിയ ബ്രോഡർ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം ആയത്. താങ്കളുടെ ചോദ്യം വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ഇപ്പോൾ പറഞ്ഞു തുടങ്ങിയതല്ല, ഇത് കുറേ നാളായി പറഞ്ഞു തുടങ്ങിയതാണ്, ഇലക്ഷൻ വന്നപ്പോൾ പറയുന്നതല്ല. ഇതൊരു ബ്രോഡർ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം ആയത് അതുകൊണ്ടാണ്. കുറേ രാഷ്ട്രീയ പാർട്ടികളുടെ കോൺഫെഡറേഷൻ എന്നതിനപ്പുറം കുറേ ആളുകൾക്ക് സ്പേസ് ഉണ്ട് അതിൻ്റെ അകത്ത്. ആളുകൾക്ക് താല്പര്യമുണ്ട് ഞങ്ങളോട് സഹകരിച്ച് പ്രവർത്തിക്കുക. അവർ ഞങ്ങളുടെ മെമ്പർമാരോ അസോസിയേറ്റ് മെമ്പറോ ഒന്നുമല്ല. പക്ഷേ ഞങ്ങളിലൊരു വിശ്വാസമുണ്ട്, ഒരു വിശ്വാസ്യത ഞങ്ങളുണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങൾ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുള്ളൂ, തെറ്റായ കാര്യങ്ങൾ ചെയ്യില്ല, വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യില്ല. അതിന് കർക്കശം എന്ന് പറഞ്ഞ നിലപാട് ഞങ്ങൾക്കുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾക്കൊരു സ്റ്റാൻഡ് ഉണ്ട്. ആ സ്റ്റാൻഡ് ഞങ്ങൾ ആവശ്യമില്ലാതെ വെള്ളം ചേർക്കില്ല, വോട്ട് കിട്ടാൻ വേണ്ടി കോംപ്രമൈസ് ചെയ്യില്ല എന്നൊരു ഫീലിംഗ് ഉണ്ട്. ആ ഫീലിംഗാണ് UDFനെ ഇപ്പോഴത്തെ UDF ആക്കിയത്. അതാണ് ഞങ്ങൾ എപ്പോഴും 100 സീറ്റിലധികം UDF ജയിക്കും എന്നുള്ള ഞങ്ങളുടെ ഒരു ഇലക്ഷൻ അസസ്മെൻറ്റ് ഈ താങ്കൾ ചോദിച്ച ചോദ്യത്തിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ്. എന്തുപറ്റി? അല്ലല്ല, നമ്മൾ ഈ വിഷയം നിയമപരമായി നേരിടുകയല്ല. ഇപ്പം ഡാറ്റ ചോർച്ച ഒരു നിയമത്തിൻ്റെ ലംഘനം നടന്നിട്ടുണ്ട്. നിങ്ങളുടെ ഒരു പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ നിയമമുണ്ട് ഇല്ലേ? നിങ്ങളുടെ ഒരു ഡാറ്റ എടുത്തുകൊണ്ട് വേറെ ആവശ്യങ്ങൾക്ക് വേണ്ടി മിസ്യൂസ് ചെയ്യാൻ പാടില്ല. അത് ഞങ്ങൾ പൊളിറ്റിക്കലായിട്ടും നിയമപരമായിട്ടും ചോദ്യം ചെയ്തു. ഹൈക്കോടതി വേറെ വിധിയുണ്ടായെന്ന് പറഞ്ഞാൽ ഞങ്ങൾ സുപ്രീം കോടതി പോകും.
സംശയം എന്താ? അതിനെന്താ? അതുകൊണ്ടെന്താ എല്ലാ കേസും ജയിക്കുമോ? അവർ ആ ജഡ്ജ് വേറെ സ്റ്റാൻഡ് എടുത്ത് ഞങ്ങൾക്ക് അതിനോട് യോജിപ്പില്ല. ഡാറ്റാ പ്രൊട്ടക്ഷൻ നിയമത്തിന് വിരുദ്ധമായൊരു വിധിയാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ അപ്പീൽ പോകാൻ പോണത്. ഞങ്ങൾ അപ്പീൽ എല്ലാം അങ്ങനെയല്ലേ, കോടതി അങ്ങനെയല്ലേ? എല്ലാ കോടതി വിധികളും കറക്റ്റാണോ? എല്ലാ കോടതി വിധികളും കറക്റ്റാണെങ്കിൽ പിന്നെ അപ്പീൽ വേണ്ടല്ലോ. അതല്ല, അപ്പീൽ പ്രൊവിഷൻ വേണ്ടല്ലോ. അപ്പീൽ പ്രൊവിഷൻ എന്തിനാ? കാരണം there may be errors in the judgment, there may be errors in concluding the legal taking a legal position. എറേഴ്സ് ഉണ്ടാവും. ആ എറേഴ്സ് ഉണ്ടാകുന്ന കറക്റ്റ് ചെയ്യാനാണ് അപ്പീൽ പോണത്. മനസ്സിലായോ? ആദ്യത്തെ വിധിയിൽ ഞങ്ങൾക്ക് ഹൈക്കോടതിയിൽ നിന്ന് അനുകൂലമല്ലേ കിട്ടിയത്? ഞങ്ങൾക്ക് അനുകൂലമായ വിധിയല്ലേ കിട്ടിയത്? ഫസ്റ്റ് ഞങ്ങൾക്ക് അനുകൂലമായ വിധിയാണ് കിട്ടിയത് ഫസ്റ്റ് കേസിൽ, ഇല്ലേ? ചീഫ് ജസ്റ്റിസിൻ്റെ കോർട്ടിൽ, ഡിവിഷൻ ബെഞ്ചിൻ്റെ കോർട്ടിൽ ഞങ്ങൾക്ക് അനുകൂലമായ വിധിയല്ല ആദ്യത്തെ കേസ് കിട്ടിയത്. ഞാൻ പറഞ്ഞില്ല, ആ വിഷയം നമുക്ക് സംസാരിക്കാം. ഒരു കാര്യം, പിന്നെ സുധാകരൻ CPM-നെ ചതിച്ചു എന്നായിരുന്നു സജി ചെറിയാൻ പറഞ്ഞത്. അതുപോലെ മറ്റു ചില പ്രാദേശിക നേതാക്കൾ, ഉദാഹരണത്തിന് അമ്പലപ്പുഴ ഏരിയ സെക്രട്ടറി ഇപ്പോൾ പ്രതികരിച്ചിട്ടുണ്ട്, സുധാകരൻ അധികാരത്തോട് ആർത്തിയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ അതിനൊക്കെ അദ്ദേഹം തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ടല്ലോ. ജില്ലയിൽ അദ്ദേഹത്തിനെതിരായിട്ട് ആ രീതിയിൽ CPM-ന്റെ ഒരു അല്ല, അതിനൊക്കെ അദ്ദേഹം തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ടല്ലോ. അധികാരത്തോട് ആർത്തിയാണ് എന്ന് പറഞ്ഞതിന് ബാക്കിയെല്ലാ സന്യാസിമാരാണല്ലോ രാഷ്ട്രീയത്തിലുള്ളവരൊക്കെ, അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ.